പി.വി. അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ രാഷ്ട്രീയ കൊടുങ്കാറ്റായി CPM-ൽ ആഞ്ഞടിക്കുകയാണ്. കൂടുതൽ ആരോപണങ്ങളുമായി അൻവർ ഓരോ ദിവസവും രംഗത്തെത്തുന്നത് CPM-നെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നു. അൻവറുമായുള്ള ബന്ധം ഉപേക്ഷിച്ചെന്ന് പറയുമ്പോഴും ന്യൂനപക്ഷ വോട്ടുകളും CPM-ന്റെ ഉറച്ച വോട്ടർമാരും കടപുഴകുമോ എന്ന ആശങ്ക പാർട്ടിയിൽ ശക്തമായിരിക്കുകയാണ്. അൻവറിനെതിരെ പ്രതിഷേധവുമായി പ്രവർത്തകർ തെരുവിലിറങ്ങിയെങ്കിലും MLA-യുടെ നിലപാടിൽ വാസ്തവമുണ്ടെന്ന് കരുതുന്നവർ ഏറെ. അൻവറിന് പിന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഗൂഢാലോചന നടത്തുന്നവരെന്ന വ്യാഖ്യാനം ശക്തമാണ്. മുഹമ്മദ് റിയാസിനെ വരെ കടന്നാക്രമിച്ചുള്ള പ്രസ്താവനകൾ ഇക്കാര്യം വ്യക്തമാക്കുന്നുവെന്ന് പാർട്ടി ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ സാധാരണക്കാരായ CPM പ്രവർത്തകരുടെ അവസ്ഥയാണ് താൻ പ്രതിനിധീകരിക്കുന്നതെന്ന് അൻവർ വിശദീകരിക്കുന്നു. ADGP MR അജിത് കുമാറിനും P ശശിക്കുമെതിരെ നടപടിക്ക് മുഖ്യമന്ത്രി മടിക്കുന്നതെന്തിനെന്ന ചോദ്യമാണ് അൻവർ ഉന്നയിക്കുന്നത്. എന്നാൽ അൻവറിനെ തള്ളി മുഖ്യമന്ത്രി രംഗത്തെത്തിയതോടെ സമൂഹമാധ്യമങ്ങളിൽ PV അൻവറിനെ പിന്തുണച്ചിരുന്ന വിഭാഗവും കൈയൊഴിഞ്ഞ മട്ടിലാണ്. PV അൻവർ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും ആഭ്യന്തര വകുപ്പിനെതിരെയും നടത്തിയ ആരോപണങ്ങളിൽ പ്രതികരണവുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും രംഗത്തെത്തി. അൻവറിന്റെ ആരോപണങ്ങൾ ഗുരുതരമാണെന്നും പോലീസ് ഉദ്യോഗസ്ഥരുടെ ഉൾപ്പെടെ ഫോൺ ചോർത്തിയ സംഭവവും ഗൌരവമേറിയ വിഷയമാണെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. തനിക്ക് പരാതി കിട്ടിയാൽ നിയമപരമായ നടപടികൾ സ്വീകരിക്കും. ഫോൺ ചോർത്തലിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്നും മറുപടിക്കായി കാത്തിരിക്കുകയാണെന്നും ഗവർണർ പറഞ്ഞു. അതേസമയം PV അൻവറും ADGP MR അജിത് കുമാറും ആരുടെയും ഫോൺ ചോർത്തിയിട്ടില്ലെന്ന് സർക്കാർ ഗവർണറെ അറിയിച്ചു. ഫോൺ ചോർത്തലിൽ സ്വീകരിച്ച നടപടി അറിയിക്കാൻ ഗവർണർ ആവർത്തിച്ച് ആവശ്യപ്പെട്ടതോടെയാണ് സർക്കാർ റിപ്പോർട്ട് നൽകിയത്. ADGP മുഖ്യമന്ത്രി ഉൾപ്പെടെ പലരുടെയും ഫോൺ ചോർത്തിയെന്നും ഇതിന് മറുപടിയായി താൻ ADGP-യുടെയും അദ്ദേഹവുമായി ബന്ധപ്പെട്ടവരുടെയും ഫോൺ ചോർത്തിയെന്നും അൻവർ വാർത്താ സമ്മേളനത്തിലാണ് ആരോപിച്ചത്. എന്നാൽ അൻവറോ ADGP-യോ ഫോൺ ചോർത്തിയിട്ടില്ലെന്ന് DGP നൽകിയ റിപ്പോർട്ടാണ് സർക്കാർ ഗവർണർക്ക് കൈമാറിയത്. അന്വേഷണത്തിന്റെ ഭാഗമായി തൃശൂർ റേഞ്ച് IG തോംസൺ ജോസിന് അൻവർ നൽകിയ മൊഴിയിൽ ഫോൺ ചോർത്തുകയല്ല റെക്കോർഡ് ചെയ്യുകയാണുണ്ടായതെന്ന് പിന്നീട് വിശദീകരിച്ചിരുന്നു. ഇക്കാര്യവും DGP-യുടെ റിപ്പോർട്ടിലുണ്ട്. ആഭ്യന്തര സെക്രട്ടറിയുടെ അനുമതിയില്ലാതെ ഒരു ഉദ്യോഗസ്ഥനും ഫോൺ ചോർത്താൻ കഴിയില്ലെന്ന് DGP പറയുന്നു. ഫോൺ ചോർത്തുന്നതിന്റെ നടപടിക്രമങ്ങളും റിപ്പോർട്ടിൽ വിശദമാക്കുന്നുണ്ട്. സർക്കാരിന്റെ മുൻകൂർ അനുമതിയില്ലാതെ ആരുടെയും ഫോൺ 7 ദിവസത്തേക്ക് ചോർത്താം. എന്നാൽ ചോർത്തി തുടങ്ങി 3 ദിവസത്തിനകം ഉദ്യോഗസ്ഥർ സർക്കാരിന് അപേക്ഷ സമർപ്പിക്കണം. ഇതിനിടെ ADGP-യെ മാറ്റണമെന്ന നിലപാടിനെ പിന്തുണച്ച് CPI രംഗത്തുള്ളത് പാർട്ടിയിൽ സമ്മർദ്ദം ശക്തമാക്കിയിരിക്കുകയാണ്. LDF കൺവീനറും CPI നിലപാടിനെ അനുകൂലിക്കുന്നു. ഈ സാഹചര്യത്തിൽ ADGP-യെ മാറ്റാതെ സർക്കാരിന് മറ്റു വഴിയുണ്ടാകില്ല. അങ്ങനെയെങ്കിൽ അൻവർ തുടങ്ങിയ തുറന്ന യുദ്ധത്തിനുള്ള വിജയസൂചന കൂടിയാകും ഈ നടപടി.